പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതാ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മശിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്ന് ഇരുന്ന് അവിടുത്തെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ മർമ്മം പിളർന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എല്ലാവരും എല്ലായിടത്തും വിനയാന്വിതരായിരിക്കണമെന്ന്. എന്തുകൊണ്ട് ഞാൻ വിനയപ്പെടണമെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കഴിഞ്ഞ പ്രാവശ്യം പങ്കിട്ടത് നിങ്ങളുടെ ഓർമ്മയിൽ കാണും. സ്വയമേവ ഞാൻ ബലഹീനനാണ്, എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപയും മറ്റുള്ളവരുടെ സ്നേഹവും എനിക്ക് ലഭിച്ചതിനാൽ കരുതലാൽ ലഭിച്ചതാണ്. എന്തുകൊണ്ട് ഞാൻ വിനയപ്പെടണമെന്ന ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ വയ്ക്കാം. അതിങ്ങനെയാണ് പറയുക: ക്രിസ്തുവിനെ കൂടാതെ ഞാൻ പാപം നിറഞ്ഞ ബലഹീന ജീവിയാണ്. ക്രിസ്തുവിനെ കൂടാതെ ഞാൻ പാപം നിറഞ്ഞ ഒരു ബലഹീന ജീവിയാണ്. അതുകൊണ്ട് ഞാൻ വിനയപ്പെടണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വന്നതുകൊണ്ട്, ക്രിസ്തു എൻ്റെ പാപം ഏറ്റെടുത്തതുകൊണ്ട്, ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റതുകൊണ്ട്, യേശു ക്രിസ്തു എനിക്ക് പകരമായി മരിച്ചതുകൊണ്ട്, യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് എനിക്ക് മരണത്തിന്മേൽ ജയം തന്നതുകൊണ്ട് ഞാൻ ഇന്ന് ആയിരിക്കുന്നു ഈ നിലകളിൽ. അപ്പോൾ സ്വാഭാവികമായും ഇത് ഞാൻ സ്വയം ആർജിച്ചതല്ല. ക്രിസ്തുവിനെ കൂടാതെ എൻ്റെ ജീവിതമായിരിക്കുന്നുവെങ്കിൽ ഞാൻ പാപിയാണ്, പാപത്തിൽ തകർന്നവനാണ്. ക്രിസ്തു എനിക്ക് പകരക്കാരനായി എൻ്റെ ജീവിതത്തെ വീണ്ടെടുത്ത് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വന്നതുകൊണ്ട് ഇന്ന് ഞാൻ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞവനോ പാപത്തെ ജയിച്ചവനോ ആയിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ പാപവിമോചകനായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വിനയപ്പെടണം. ക്രിസ്തു ഇല്ലെങ്കിൽ ഞാനൊരു മഹാപാപിയാണ്. ക്രിസ്തു ഉള്ളതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി അവകാശപ്പെടാൻ കഴിയും. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 18-ാം അധ്യായത്തിൽ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയ ഉപമ പറയുന്ന കൂട്ടത്തിൽ യേശു പറഞ്ഞു വയ്ക്കുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുക. ആ അധ്യായത്തിലെ 13-14 തിരുവചനങ്ങൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ തുനിയാതെ മാറുതല്ലി തലകുമ്പിട്ട് ആലയത്തിൻ്റെ ഏറ്റവും പിറകിലിരുന്ന് നിലവിളിച്ചു: ഞാനോ ഒരു പാപിയാണ്, എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല, എന്നോട് കനിവ് തോന്നണം കർത്താവേ, മറ്റൊന്നിലും എനിക്ക് പുകഴുവാനില്ല. പാപിയാണെന്ന ബോധം, ഞാൻ തകർന്നവനാണെന്ന ബോധം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പിഴവുകൾ പറ്റിയവനാണെന്ന ബോധം അവനെ വിനയാന്വിതനാക്കി. എന്നാൽ പരീശനോ തികഞ്ഞ അഹങ്കാരത്തോടെയാണ് പ്രാർത്ഥിച്ചത്. അവൻ കൈവിരിച്ചു നെഞ്ചു വിരിച്ചു നിന്ന് അവനോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. പലരും അത് വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. പരീശനും പ്രാർത്ഥിച്ചു, ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു. പക്ഷേ പരീശൻ പ്രാർത്ഥിച്ചത് അവനോട് തന്നെയാണ്. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് യഥാർത്ഥ സത്യദൈവത്തോടും. ഒരഹങ്കാരി എന്നും ആരാധിക്കുന്നത് അവനെ തന്നെയാണ്. അവൻ ദൈവമേ എന്ന് വിളിക്കുന്നത് അവനെ തന്നെയാണ്. അവൻ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും സ്തുതിക്കുന്നതും അവനെ തന്നെയാണ്. അവനെ നീതീകരിക്കുന്നത് അവൻ തന്നെയാണ്. ഈ നിലകളിൽ ചുങ്കക്കാരൻ അഹന്ത കൊണ്ട് ദൈവത്തെ പുച്ഛിക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ പാപിയാണ് ഞാനെന്ന ബോധം ഉള്ളിലുണ്ടായിരുന്ന ചുങ്കക്കാരനോ മാറുതല്ലിക്കരഞ്ഞ് തലനിലത്തിടിച്ച് വിനയപ്പെട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എൻ്റെ കർത്താവ് എന്നെ നിലനിർത്തുന്നില്ലെങ്കിൽ ഞാനൊരു പാപിയായി എൻ്റെ ജീവിതത്തിൽ അധപ്പതിച്ചിരിക്കുന്നു എന്ന്, അധപ്പതിച്ച് പോകുമെന്ന് ഹൃദയഭാരമുള്ള ഒരു മനുഷ്യന് വിനയപ്പെടാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നമുക്ക് പുകഴുവാനുള്ളത് ക്രിസ്തുവിലാണ്, മറ്റൊന്നിലും പുകഴുവാനില്ല. എന്തുകൊണ്ടെന്നാൽ അവകാശപ്പെടാൻ ഒരു യോഗ്യതയും നമുക്കില്ല. ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴോ
ആ പരീശൻ്റെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വീഴാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, ഞാൻ ഇന്നിന്ന പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു, ഞാൻ ഇന്നിന്ന ആളുകൾക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിരിക്കുന്നു, ഇത്രമാത്രം ഉപവസിച്ചിരിക്കുന്നു, ഇത്രമാത്രം നോമ്പെടുത്തിരിക്കുന്നു, ഇത്രമാത്രം വചനപ്രഘോഷങ്ങൾ നടത്തിയിരിക്കുന്നു, ഞാൻ ഇത്രമാത്രം മനോഹരമായി പാടിയിരിക്കുന്നു, ഞാൻ ഇത്ര ആരാധനകളിൽ പങ്കെടുത്തിരിക്കുന്നു, അർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ ദൈവം കേൾക്കാൻ വേണ്ടിയോ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയോ ഒക്കെ പ്രഘോഷിക്കുന്നവർ ചുങ്കക്കാരൻ്റെ പക്ഷത്ത് ആയിപ്പോകുന്നില്ലേ? ഒരവകാശവാദവും പറയാനില്ലാതെ, ഒരിടത്തും പ്രത്യക്ഷപ്പെടാതെ, ആരുടെയും ആദരവ് പ്രതീക്ഷിക്കാതെ തെല്ല ഒഴിവിലേക്ക്, ഇരുട്ടിലേക്ക് മാറി നിന്ന് താൻ എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണേണ്ടവൻ കണ്ടിട്ടുണ്ട്, കർത്താവ് കണ്ട് മഹത്വപ്പെട്ടാൽ മതി, എനിക്കതിൻ്റെ പേരിൽ ഒരു മാനവും വേണ്ട എന്ന് നമുക്ക് വിചാരിപ്പാൻ കഴിയുന്നുണ്ടോ? കഴിയാത്തിടത്ത് പ്രിയപ്പെട്ടവരെ വെളിപ്പെടുന്നത് നമ്മുടെ അഹന്തയാണ്. വിനയം നമ്മിൽ ഇല്ലാതെയാവുകയാണ്. എത്രയൊക്കെ ഈ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തിയാലും പറയുന്നവരും കേൾക്കുന്നവരും തിരുത്തപ്പെടാതെ പോകുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. തെല്ലൊരു നൊമ്പരമായി ഇത് നമ്മുടെ ഇടനെഞ്ചിൽ ഒരു വിങ്ങലായി മാറേണ്ടതില്ലേ ഇനിയെങ്കിലും? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിൽ 17-18 തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത് കേൾക്കുക. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാകുന്നവൻ. ഞാൻ ഇന്നിന്നതൊക്കെ ചെയ്തു എന്ന് സ്വയം പറയുന്നവനല്ല, അവൻ ഇന്നിന്നതൊക്കെ ചെയ്തു എന്ന് കർത്താവ് പറയുന്നവനാണ് കൊള്ളാവുന്നവൻ. ഇയ്യോബിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞില്ലേ? നിഷ്കളങ്കനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, തൻ്റെ തലമുറയിൽ പരമഭക്തനാണവൻ, അവനാണ് കൊള്ളാകുന്നവൻ. സ്നാപക യോഹന്നാനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞില്ലേ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനേക്കാൾ വലിയവരാരും എഴുന്നേറ്റിട്ടില്ല, അവനാണ് കൊള്ളാവുന്നവൻ. തന്നെ നോക്കി അടുത്തേക്ക് വരുന്ന നഥനിയേലിനെ കണ്ടിട്ട് യേശു കർത്താവ് പറഞ്ഞില്ലേ? ഇതാ വരുന്നു സാക്ഷാൽ ഇസ്രായേല്യൻ, അവനിൽ കാപട്യമില്ല എന്ന്. ഒരു ഇസ്രായേൽക്കാരൻ്റെ ക്വാളിറ്റി അതാണ്, കപടമില്ലാത്തവൻ. സാക്ഷ്യം ലഭിച്ചില്ലേ അവനാണ് കൊള്ളാകുന്നവൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചെയ്തികളും നമ്മുടെ നടപടികളുമൊക്കെ കണ്ടിട്ട് തമ്പുരാനാണ് നമ്മെ പുകഴ്ത്തേണ്ടത്. തമ്പുരാൻ്റെ പുകഴ്ത്തൽ നമുക്ക് ലഭ്യമാകുന്നുവെങ്കിൽ നമ്മൾ കൊള്ളാകുന്നവരാകും. ലോകം നമ്മളെ പുകഴ്ത്തുമ്പോഴല്ല, ലോകർ നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോഴല്ല, മൈക്ക് വെച്ച് കെട്ടി അതിലൂടെ ലോകം മുഴുവൻ മുഴങ്ങുമാർ ഉച്ചത്തിൽ വരുന്നവരും പോകുന്നവരുമൊക്കെ നമ്മെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുമ്പോഴല്ല, അത് കേട്ട് നമ്മൾ നല്ല ആനന്ദത്തോടെ തലകുലുക്കി ചെറുപുഞ്ചിരിയോടെ സമൂഹമധ്യത്തിൽ ആർജവത്വവും അഹങ്കാരവുമൊക്കെ വെളിപ്പെടുത്തി ഇരിക്കുമ്പോഴല്ല നാം കൊള്ളാകുന്നവരാകുന്നത്. ദൈവം നമ്മെക്കുറിച്ച് എന്തെങ്കിലും നല്ല വാക്ക് പറയുമ്പോഴാണ്. ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് പുകഴുവാനൊന്നുമില്ല, ഞാൻ പാപം നിറഞ്ഞവനാണെന്ന് ഒരു മനുഷ്യൻ സമ്മതിക്കണം. അതുകൊണ്ടാണ് വിനയപ്പെടേണ്ടത്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി: താൻ അല്പനായിരിക്കെ മഹാനാകുന്നുവെന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ അവൻ തന്നെ വഞ്ചിക്കയാകുന്നു എന്ന്. അല്പനായിരിക്കെ താൻ മഹാനാകുന്നുവെന്ന് ഒരാൾ നിരൂപിച്ചാൽ, അതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപകർഷതാബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്വയകേന്ദ്രീകൃതാവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്നതായ സ്വയം പ്രകാശനമാകുന്ന അഹങ്കാരം. ദൈവമക്കളെ, അപ്പോൾ അല്പനായിരിക്കെ അഹങ്കാരത്തോടെ ഞാൻ മഹാനാകുന്നുവെന്നൊരാൾ നിരൂപിക്കുകയും അതങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നാം ആ മഹാപാപത്തിൻ്റെ പിടിയിൽ അമരുകയാണ്. അഹന്ത എന്ന പാപത്തിൻ്റെ വിനയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട് ഞാൻ വിനയപ്പെടണം? എൻ്റെ കർത്താവിനെ കൂടാതെ ഞാൻ പാപം നിറഞ്ഞ ബലഹീന പാത്രമാകയാൽ എനിക്ക് അവകാശപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ കർത്താവ് എനിക്ക് സാധിപ്പിച്ചു തന്ന രക്ഷയാൽ എനിക്ക് ലഭിച്ചതാണ്.
ഞാനിന്ന് നിവർന്നു നിൽക്കുന്നത് എൻ്റെ തമ്പുരാൻ എൻ്റെ കൂന് നിവർത്തിയത് കൊണ്ടാണ്. ഞാനിന്ന് നാവെടുത്ത് സംസാരിക്കുന്നത് തമ്പുരാൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചത് കൊണ്ടാണ്. ഞാനിന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് തമ്പുരാൻ എൻ്റെ അന്ധത മാറ്റിയത് കൊണ്ടാണ്. ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അതായിരിക്കുന്നത് എൻ്റെ തമ്പുരാൻ്റെ കൃപയാലത്രേ. അവൻ എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാകയാൽ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ വിനയപ്പെട്ടേ മതിയാകൂ. എന്തുകൊണ്ട് ഞാൻ വിനയപ്പെടണമെന്ന ചോദ്യം വീണ്ടും ചോദിച്ചാൽ മൂന്നാമതൊരു ഉത്തരം ഇങ്ങനെ പറയണം: വിനയമുള്ളവരോടുകൂടെ ദൈവം വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിനയപ്പെടേണ്ടിയിരിക്കുന്നു. വിനയമുള്ളവരോടുകൂടെ ദൈവം വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിനയപ്പെടേണ്ടിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം കേൾക്കുക. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, അവൻ ശാശ്വതനാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധനെന്ന് നാമമുള്ളവനാണ്. അവൻ അരുളി ചെയ്യുന്നത് എന്താണ്? ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെ ഞാൻ വസിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും പരിശുദ്ധനെന്ന നാമമുള്ളവനും ശാശ്വതവാസിയുമായവൻ പറയുന്നത് കേട്ടില്ലേ? ഞാൻ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെ അത്രേ വസിക്കുന്നത്. അഹങ്കാരികളോടുകൂടെ കർത്താവ് വസിക്കില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അവൻ വസിക്കുന്നത് താഴ്മയുള്ളവരോടുകൂടെയാണ്, തൻ്റെ തെറ്റിനെക്കുറിച്ച് മനസ്താപപ്പെടുന്നവരോടുകൂടെയാണ്. നാൾതോറും കുമ്പസാരിക്കാൻ മനസ്സുള്ളവരോടുകൂടെ കർത്താവ് വസിക്കുമെന്ന്. എനിക്കെൻ്റെ ആയുസ്സിൽ തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഞാനാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നതിൽ ഏറ്റവും വലിയ യോഗ്യൻ, പരിശുദ്ധൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളോടുകൂടെ കർത്താവ് പാർക്കില്ലല്ലോ. ഇന്ന് പലരും അവരുടെ യോഗ്യതകളാണല്ലോ എപ്പോഴും പ്രഘോഷിക്കുന്നത്. ഞാൻ അവിടെയൊക്കെ സഭയുടെ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് ഓർക്കും. അവർ നിരന്തരം കരയുന്നവരും ദൈവസന്നിധിയിൽ വിലാപം കഴിക്കുന്നവരും പാപത്തെക്കുറിച്ച് അനുതപിക്കുന്നവരുമായിരുന്നു. ഞാനൊരു പാപിയാണ്, ദൈവസന്നിധിയിൽ എനിക്ക് കുറവുകളുണ്ട് എന്ന ബോധമാണ് അവരെ അനുതാപത്തിൻ്റെ ഈ കറുത്ത വസ്ത്രം ധരിക്കാൻ പ്രേരിപ്പിച്ചത്. ആദിമസഭയിൽ പിതാക്കന്മാരെല്ലാം ഈ കറുത്ത വസ്ത്രമിട്ട് അനുതാപത്തോടെ തല കുമ്പിട്ടിരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അങ്ങനെയാണ് അവരൊക്കെ വിശുദ്ധിയിലേക്ക് വളർന്നെത്തിയത്. പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നിരന്തരം ഏറ്റുപറഞ്ഞ് വിനയപ്പെട്ട് മനസ്താപപ്പെട്ട് തമ്പുരാൻ്റെ മുമ്പിൽ നിരന്തര കുമ്പസാരം നടത്തുവാൻ, മുഴങ്കാൽ മടക്കുവാൻ മനസ്സുള്ളവരോടുകൂടെ തമ്പുരാൻ ഇരിക്കും. നമ്മിലാരെങ്കിലും ആ നിലകളിലൊക്കെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നമുക്ക് ദൈവസന്നിധിയിൽ താഴുവാൻ മനസ്സാകുമെങ്കിൽ ദൈവസാന്നിധ്യം നമ്മളോടുകൂടെ ഇരിക്കും. വിനയമുള്ളവരോടുകൂടെയാണ് ഈ അത്യുന്നതനായ ദൈവം അധിവാസം കൊള്ളുന്നതെന്ന്. അർത്ഥാൽ അഹങ്കാരികളോടുകൂടെ അവിടുത്തെ സാന്നിധ്യം ഇരിക്കയില്ലെന്ന്. വലിയ നോമ്പിൻ്റെ ദിനങ്ങളിൽ നാം എത്തിപ്പെട്ടിരിക്കുന്നല്ലോ. ഒരു പ്രാവശ്യം കൂടെ മശിഹാ തമ്പുരാൻ്റെ പീഡാനുഭവത്തോട്, പെസഹായാഗത്തോട്, ഉത്ഥാന പെരുന്നാളിനോട് അടുക്കുവാൻ, അതിൽ പങ്കുപറ്റുവാൻ നാം ഒരുങ്ങുകയാണല്ലോ. ഈ വലിയ നോമ്പ് നമ്മുടെ അനുതാപത്തിൻ്റെ നാളുകളായി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. ഒരായുസ് മുഴുവൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം കണ്ണുനീരിൽ ചാലിച്ച് നമുക്ക് കർത്തൃ മുമ്പിൽ ഏറ്റുപറയാം. അഹങ്കാരത്തോടെ ഞാൻ തെറ്റ് ചെയ്തത് എൻ്റെ കുറ്റം കൊണ്ടല്ല, മറ്റാരൊക്കെയോ എന്നെ അതിന് പ്രേരിപ്പിച്ചതുകൊണ്ടാണെന്ന് സ്വയം നീതീകരിക്കാൻ മുതിരാതെ
തെറ്റുപറ്റി എന്ന് സമ്മതിച്ച് വിരുന്നിനിരിക്കുന്ന കർത്താവിൻ്റെ മടക്കി വച്ച പാദത്തിങ്കൽ മുട്ട മടക്കിയിരുന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീര് കൊണ്ട് അവിടുത്തെ പാദപീഠം കഴുകി തൻ്റെ തലമുടി കൊണ്ട് തുവർത്തി കയ്യിൽ കരുതിയ പരിമളതൈലം ആ കാലിൽ പൂശി ചുംബിച്ച ആ പാപിനിയായ സ്ത്രീയുടെ വിനയപ്പെടലും അവളുടെ മനസ്താപവും അംഗീകരിച്ച് മകളെ നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് അരുൾ ചെയ്തവൻ. ദൈവമക്കളെ, പിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് വഴിപാടിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. എന്നാൽ കർത്താവ് ഏറ്റവും അധികം വിലമതിക്കുന്ന വഴിപാട് ഏതാണെന്നറിയാമോ? അത് അനുതാപിയുടെ കണ്ണുനീരാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്താപപ്പെട്ട് ദൈവത്തിൻ്റെതിനു മുമ്പിൽ തൃപ്പാദപീഠത്തിൽ കണ്ണുനീരുറ്റിക്കുന്നവരുടെ കണ്ണുനീരിനേക്കാൾ വിലപ്പെട്ട വഴിപാടുകളില്ലെന്ന് ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നാം മറ്റൊരുപാട് കണ്ടുകാഴ്ചകളും വഴിപാടുകളും ദൈവത്തിന് കൊടുക്കുകയും അനുതാപമില്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം ദൈവത്തെ തേടുന്നവരല്ല, സ്വയം ദൈവമാക്കാൻ ഉദ്യമിക്കുന്നവരാണ്. ഇവിടെ തിരുത്തപ്പെടൽ അനിവാര്യമായി മാറുകയാണ്. ദൈവമക്കളെ, താഴ്മയുള്ളവരോടൊപ്പമാണ് അവൻ്റെ താമസം. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ മനസ്താപപ്പെട്ട് അനുതപിച്ച് താഴ്മ ധരിച്ച് കർത്തൃപാദപീഠത്തിൽ ഇരിക്കണം. മനോവിനയമുള്ളവരോടുകൂടെ അവിടുന്ന് പാർക്കുന്നു എന്ന് മറ്റാരുമല്ല പറഞ്ഞത്, അവിടുന്ന് നേരിട്ട് അരുളി ചെയ്തതാണ്. അതാണ് യെശയ്യാ പ്രവാചകൻ എഴുതി വച്ചത്. അതുകൊണ്ട് ഞാൻ വിനയപ്പെടേണ്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരനിവാര്യതയാണ്. അഹന്ത മാറണം. ഞാനെന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ഞാൻ എന്ന ഭാവം തീർത്തും നീക്കിക്കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ താഴുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. എന്തുകൊണ്ട് ഞാൻ വിനയപ്പെടണമെന്ന ചോദ്യം വീണ്ടും ചോദിച്ചാൽ നാലാമതൊരു ഉത്തരം കൂടെ പറഞ്ഞു വയ്ക്കട്ടെ. താഴ്മയുള്ളവർക്ക് കൂടുതൽ കൃപ ലഭിക്കുന്നു, എന്നാൽ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന്. താഴ്മയുള്ളവരോട് കൂടെ വസിക്കുക മാത്രമല്ല, താഴ്മയുള്ളവർക്ക് ദൈവം കൂടുതൽ കൃപ നൽകുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം കേൾക്കുക. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന്. നിഗളികൾ ദൈവത്തിൻ്റെ ശത്രുസ്ഥാനത്താണെന്ന്. ആദികാലം മുതലേ നിഗളിച്ചവർ ആണ് ദൈവത്തോട് മത്സരിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ മാലാഖമാരുടെ കൂട്ടത്തിലൊരു വൃന്ദം ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ നിഗളിച്ചാണ് ആദ്യം മത്സരം നടത്തിയത്. മനുഷ്യൻ്റെ മേൽ ഈ ലൂസിഫറിൻ്റെ നിയന്ത്രണം വന്നപ്പോഴാണ് അവൻ നിഗളിച്ച് ദൈവത്തോട് മത്സരിച്ചത്. ദൈവത്തോട് മത്സരിക്കുന്നവരൊക്കെ നിഗളികളാണ്. അവർ സ്വാധീനിക്കുന്നത് പിശാചാണ്. നിഗളികൾ ദൈവത്തിൻ്റെ എതിർപക്ഷത്താണ്. അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. എന്നാൽ താഴ്മയുള്ളവർക്കോ അധികം കൃപ നൽകുന്നു. കൃപ എന്നതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: സ്നേഹിക്കപ്പെടാൻ 1% പോലും അർഹതയില്ലാത്ത സ്ഥാനത്ത് ചൊരിയപ്പെടുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കൃപ. താഴ്മയുള്ള ഒരാൾ പാപം ചെയ്യുമ്പോഴും ദൈവം കൂടുതൽ ആ ആളെ സ്നേഹിക്കുമെന്ന്. താഴ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, യഥാർത്ഥ അനുതാപവും താഴ്മയുമായിരിക്കണം. തെറ്റുപറ്റിയാൽ ദൈവം ക്ഷമിക്കും. എന്നാൽ നിഗളികൾക്ക് തെറ്റുപറ്റിയാൽ ദൈവം എതിർത്ത് നിൽക്കും. ഒരഹങ്കാരി തെറ്റ് ചെയ്യുമ്പോൾ ദൈവം എടുക്കുന്ന നിലപാടും ഒരു വിനയാന്വിതൻ തെറ്റുപറ്റുമ്പോൾ ആ ആളോട് ദൈവം കാണിക്കുന്ന നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. ദൈവത്തിൻ്റെ പക്ഷാഭേദമല്ല ഇത്. ഒരാളുടെ മനോഭാവമാണ് ദൈവം അയാളോട് എന്ത് നിലപാടെടുക്കണമെന്ന് നിർണയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം. നാം വിനയപ്പെടേണ്ടത് വീണ്ടും നമ്മുടെ ജീവിതത്തിലെ അനിവാര്യതയാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ എഴുതി,
ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. ഇളയവരെ, പ്രായം കുറഞ്ഞവരെ, വൈകി വന്നവരെ, പിന്നാലെ എത്തിയവരെ, മൂപ്പന്മാർക്ക്, അധികാരികൾക്ക്, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് കീഴടങ്ങുവീൻ. എന്നിട്ട് പറയുന്നു, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. പരസ്പരം കീഴടങ്ങുകയാണ് വേണ്ടത്, പരസ്പരം കീഴടക്കുകയല്ല വേണ്ടത് എന്ന്. നമുക്കൊക്കെ എന്നും സാധ്യമാകുന്നത് പരസ്പരം കീഴടക്കാനുള്ള വെമ്പലാണ്. മറ്റുള്ളവരെ തോൽപ്പിക്കുക, കീഴടക്കുക, തന്നെ അനുസരിപ്പിക്കുക, താഴ്ത്തി ഇരുത്തുക, താൻ അധികാരത്തോടെ എല്ലാം നയിക്കുക. കീഴടങ്ങാൻ ആർക്കാണ് മനസ്സ്? അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, തമ്മിൽ തമ്മിൽ കീഴടങ്ങുവീൻ, താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്ന് അപ്പോസ്തലനായ യാക്കോബ് എഴുതിയത് അപ്പോസ്തലനായ പത്രോസും ആവർത്തിക്കുന്നുണ്ട്. ആകയാൽ ഒരു വിശ്വാസി മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട് അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരോട് വിനയത്താൽ, സ്നേഹത്താൽ പങ്കിടുന്നവരായി ജീവിക്കണം. വിനയാന്വിതരായി തീരണം നമ്മൾ. വീണ്ടും റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതുന്നു, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ, ഉള്ളതിലധികം ഉണ്ടെന്ന് ഭാവിച്ച് സ്വയം ഉയർച്ച നടിക്കാതെ, ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ, ഓരോരുത്തർക്കും ദൈവം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടത് അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ്. സുബോധമാകും വണ്ണം ഭാവിക്കണം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുന്നവർക്ക് സുബോധം നഷ്ടപ്പെട്ടു എന്നല്ലേ തിരിച്ചറിയേണ്ടത്. ഞാൻ എനിക്ക് ലഭിച്ച കൃപയിൽ നിങ്ങൾ ഓരോരുത്തരോടും ഇത് പറയുന്നുവെന്നാണ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചതിൻ്റെ വെളിച്ചത്തിൽ അഹങ്കാരത്തിനൊരു നിർവചനം കൊടുത്താൽ അത് എങ്ങനെ പറയണം? തൻ്റെ സ്വന്തം യോഗ്യത, നേട്ടം, കഴിവുകൾ, ശ്രേഷ്ഠത എന്നിവയിൽ പുകഴുന്ന ഒരു വ്യക്തിയിലുള്ള സ്വയപ്രാധാന്യത്തിൻ്റെയും സ്വയമാനത്തിൻ്റെയും അതിശയോക്തിപരമായ വിചാരം അഥവാ അഭിമാനമാണ് അഹങ്കാരം. അഹങ്കാരത്തെക്കുറിച്ച് വ്യക്തമായി ഒരു ചിന്തകൻ്റെ അഭിപ്രായമാണിത്. തൻ്റെ സ്വന്തം യോഗ്യത, നേട്ടം, കഴിവുകൾ, ശ്രേഷ്ഠത എന്നിവയിൽ പുകഴുന്ന ഒരു വ്യക്തിയിലുള്ള സ്വയം പ്രാധാന്യത്തിൻ്റെയും സ്വയമാനത്തിൻ്റെയും അതിശയോക്തിപരമായ വിചാരം അഥവാ അഭിമാനമാണ് അഹങ്കാരം. ഇതല്ലേ നമുക്കൊക്കെ സ്വന്തമായുള്ള സ്വത്ത്? ഇതൊന്ന് വെടിയുവാനല്ലേ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? ഇതൊന്ന് മാറിക്കിട്ടുവാൻ വേണ്ടിയല്ലേ നമ്മൾ ശരിക്കും അനുതപിക്കേണ്ടത്? ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുമ്പോഴല്ലേ ഒരാൾ ശരിക്കും മാനസാന്തരപ്പെടുന്നത്? ഒരുപാട് പേർ കുമ്പസാരിച്ചു, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഒരുപാട് പേർ കുമ്പസാരിച്ചു, വ്യഭിചാരത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിച്ചു. എന്നാൽ ഇന്നുവരെ കുമ്പസാരിച്ചിട്ട് ആരെങ്കിലും അഹങ്കാരമെന്ന മഹാപാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? പലവട്ടം കുമ്പസാരിച്ചിട്ടും അഹങ്കാരം മാറിയിട്ടില്ലെങ്കിൽ ഇതുവരെ ജീവിതത്തിൽ അനുതപിച്ചിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഉൾപ്രേരണ അഹങ്കാരത്തിൻ്റേതാണ്, നിഗളത്തിൻ്റേതാണ്. പലപ്പോഴും നമ്മൾ സ്വയം പരിശോധിക്കാത്തത് കൊണ്ട് അത് തിരിച്ചറിയുന്നില്ല. ഇതിങ്ങനെ പരിശോധിക്കപ്പെട്ട ഈ നാളിൽ ഇതൊരു തിരിച്ചറിവായി നമ്മിൽ ആളിക്കത്തിയിട്ട് ശരിയായ ഒരു അനുതാപം നമ്മിൽ ഉണ്ടാകണം. നമ്മൾ മനഃപൂർവമായി നമ്മുടെ ജീവിതത്തിൽ വിനയപ്പെടുവാൻ പഠിക്കണം. അങ്ങനെ നാം ദൈവമക്കളാണെന്ന്, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തണം. ഇതാണ് നമുക്കിന്ന് ലഭിക്കുന്ന ശക്തിയേറിയ സന്ദേശം.
ഈ സന്ദേശം നമ്മുടെ ജീവിതത്തെ പുതുക്കട്ടെ. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് വിനയപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കാര്യകാരണസഹിതം ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. 2 പ്രാവശ്യമായി ദൈവമേ, ഈ ഒരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നീ വേരോടുവാൻ ഇടവരുത്തിയല്ലോ. ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശം ഞങ്ങളെ സംബന്ധിച്ച് 100% ശരിയാണ് തമ്പുരാനെ. അറിഞ്ഞോ അറിയാതെയോ അഹങ്കാരികളാണ് ഞങ്ങൾ. സ്വയം പ്രഘോഷിക്കുന്നവരും സ്വയം പ്രശംസിക്കുന്നവരുമൊക്കെയാണ് ഞങ്ങൾ. വിനയപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്നോളം നടത്തിയ ഒരു കുമ്പസാരത്തിലും ഞങ്ങളുടെ അഹങ്കാരം ഒരു പാപമായി ഏറ്റുപറയപ്പെട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ കണ്ണുനീരുറ്റിച്ചിട്ടില്ല. ദൈവമേ, അങ്ങനെ ഒരു അനുതാപം ഞങ്ങളിൽ ഉണ്ടാകണം. ഞങ്ങൾ വിനയം പഠിക്കണം. ഞങ്ങൾ വിനയപ്പെട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. അതാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ച സന്ദേശം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് വിജയകരമായ ആധ്യാത്മിക ജീവിതം നയിപ്പാൻ, തുടർന്നുള്ള നാളുകളിൽ ദൈവമേ അത് മുഖാന്തിരം തിരുനാമം മഹത്വപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതം അങ്ങനെ സാക്ഷ്യപൂരിതമായി തീരുവാനിട വരുത്തണം. ഞങ്ങളെ ബലപ്പെടുത്തണം, ആശീർവദിക്കണം നാഥ. പ്രാർത്ഥന എവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.